ഒരു തുള്ളി വെള്ളം പോലും നൽകില്ല എന്ന് തറപ്പിച്ച് വ്യക്തമാക്കി ഇന്ത്യ. സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി തന്നെ നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം തീർത്തും ന്യായമാണ് എന്നും അതിലൊരു മാറ്റവും ഉണ്ടാകുകയില്ല. പാകിസ്ഥാൻ ഭീകരതയുടെ ആഗോള കേന്ദ്രമായി മാറുകയാണ്. ഇന്ത്യയും അവിടുത്തെ ജനങ്ങളെയും ദ്രോഹിക്കുവാനും ഭിന്നിപ്പിക്കുന്ന അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് പാകിസ്ഥാൻ UN വേദി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇവിടെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇന്ത്യ. 65 വർഷം മുൻപേ തന്നെ ഇന്ത്യ നല്ല ഉദ്ദേശത്തോടെയും സൗഹൃദ മനോഭാവത്തോടെയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ പാകിസ്ഥാൻ 3 യുദ്ധങ്ങൾ നടത്തി ആയിരക്കണക്കിന് ഭീകര ആക്രമണങ്ങൾ നടത്തി ആ കരാറിന്റെ ആത്മാവിനെ ആവർത്തിച്ച് ലംഘിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനെതിരെ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ കൂടിയായ പർവ്വതനേനി ഹരീഷാണ് പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ചോദ്യശരങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റ് സ്വതന്ത്ര ജനാധിപത്യ ഇച്ഛാശക്തിയെ അടിച്ചമർത്തുന്നതിനുള്ള ഒരു മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തെ ഇന്ത്യ വിമർശനം ഉന്നയിച്ചത്. പാകിസ്ഥാന് ജനങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കുന്നതിനുള്ള ഒരു സവിശേഷ മാർഗമുണ്ട്. ഒരു പ്രധാനമന്ത്രിയെ ജയിലിൽ അടച്ചുകൊണ്ടാകും, ഭരണകക്ഷിയെ അവിടെ നിരോധിച്ചുകൊണ്ടാകും. അതേപോലെ തന്നെ 27ാം ഭേദഗതിയിലൂടെ തന്നെ ഭരണഘടന അട്ടിമറിക്ക് ഒരു സായുധ സേനയെ അനുവദിച്ചുകൊണ്ടാകും ഇവർ ഇക്കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ പ്രധാന സേനാ മേധാവിക്ക് ആജീവനാന്ത പരിരക്ഷ നൽകിക്കൊണ്ടാണ് പാകിസ്ഥാൻ പൊതുജനങ്ങളുടെ ഇഷ്ടങ്ങളെ മാനിക്കുന്നതെന്നായിരുന്നു ഇന്ത്യ വിമർശിച്ചത്. അതേപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര സ്ട്രൈക്ക് കൂടിയായിരുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. രക്തവും വെള്ളവും ഒരുമിച്ചിനി ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന്റെ ഭീകരതയുടെ മുഖം എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, മുൻപുണ്ടായിരുന്ന യുദ്ധകാലത്ത് ഇത്തരത്തിൽ സ്വീകരിക്കാത്ത ഒരു നടപടി തന്നെയായിരുന്നു ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ കൈക്കൊണ്ടത്. അത് വളരെയധികം ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 64 വർഷത്തിലധികമായി തന്നെ ഇന്ത്യയും പാകിസ്ഥാനും പാലിച്ചു വന്നിരുന്ന സിന്ധു നദീജല കരാറാകട്ടെ അത് റദ്ദാക്കിക്കൊണ്ടാണ്. ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറായിരുന്നു സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നതും. 64 വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത്. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമായിരുന്നു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളുടെയുമുള്ള ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത്. 1948 പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുകയുണ്ടായി. ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം അവിടെ കടത്തിവിടുന്നില്ല എന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നത്. പിന്നാലെ തന്നെ വർഷങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം അവിടെ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കുമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ 1960 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്നുകൊണ്ടാണ് പിന്നീട് ഈ കരാറിലേക്ക് ഒപ്പുവെച്ചത്. എന്നാൽ അന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ച അതേ കാര്യം തന്നെ വീണ്ടും തങ്ങൾക്ക് വെള്ളം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ പലതവണ സമീപിച്ചെങ്കിൽ പോലും വളരെ ശക്തമായ നടപടി തന്നെയാണ് ഐക്യരാഷ്ട്രസഭ എടുത്തിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.